സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോ ഇന്ന് ഞാൻ എന്റെ സൂപ്പർ കാറിനെ ഒന്ന് മോഡിഫൈ ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഷിൻചാനെ, നീ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്തിട്ടോ, ഞാൻ എന്റെ സൂപ്പർ കാറിനെ ഒന്ന് മോഡിഫൈ ആക്കിട്ട് വരാം. ഓക്കെ? ഓ അതിനെന്താ ജാക്കണ്ണനെ പെട്ടെന്ന് പോയി മോഡിഫൈ ആക്കിട്ട് വാ. അപ്പൊ ഞാനിതാ ഈ കാണുന്ന GTR ആണ് കേട്ടോ മോഡിഫൈ ആക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഈ കാണുന്ന കാറിനെ വേറെ ലുക്കിലേക്ക് മാറ്റാൻ പോകുകയാണ് കേട്ടോ. അല്ല, ഒരു മിനിറ്റ്, ഇതെന്തോന്നാണ്? ഓ, ഇത് ഭയങ്കര വലിയൊരു കാറാണല്ലോ. ഇത് നമ്മളെ G-Wagon അല്ലേ? നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇത്ര വലിയ G-Wagon-ഓ? ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ. നമുക്ക് കാര്യങ്ങള് ഇയാളോട് ചോദിക്കാം. അല്ല ചേട്ടാ, ഇതെന്തോന്നാണ്? വലിയ G-Wagon-ഓ? എടാ, ഇത് ഞാൻ ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചതാണ്. ഓ, വിൽക്കാൻ വേണ്ടിയാണോ? എന്തേ, നിനക്ക് വേണോ? അതെ, എനിക്ക് വേണം. അതിനെന്താ, ഞാൻ തരാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷനോ? എന്ത് കണ്ടീഷൻ? നീ എനിക്കൊരു മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് തന്നാ ഞാൻ നിനക്ക് ഈ കാറ് തരാം. ഓ, അത്രേ ഉള്ളൂ? ഞാൻ ഇപ്പൊ വരാം. എന്തായാലും താൻ ഇവിടെ വെയിറ്റ് ചെയ്യട്ടോ. ഓ ശരിടാ, താൻ എന്തായാലും പോയി പെട്ടെന്ന് വാ. ഓക്കെ ഗൈസ്, അപ്പൊ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ആ കാറ് വാങ്ങണെങ്കിലേ ഞാൻ അയാൾക്ക് ഒരു മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് കൊടുക്കണം. അപ്പൊ എന്റെ ആണെങ്കിലേ ഒരു സൂപ്പർ ബൈക്ക് ഉണ്ട്, നമുക്ക് എന്തായാലും അത് അയാൾക്ക് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് ആ സൂപ്പർ ബൈക്ക് ഉള്ളത്. അപ്പൊ ഈ കാണുന്ന സൂപ്പർ ബൈക്കാണ് ഞാൻ മോഡിഫൈഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇതെന്തായാലും അടിപൊളി ബൈക്കാണ്. എന്തായാലും അയാൾക്ക് ഇത് ഇഷ്ടപ്പെടും. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി അയാൾക്ക് ഇത് മോഡിഫൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ എന്തായാലും ഗാരേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ബൈക്കിനെ മോഡിഫൈഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ എന്റെ ബൈക്കിനെ മോഡിഫൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മുഴുവനായി ഒന്ന് റെഡ് കളർ കൊടുത്തതാണ്. എന്തായാലും ബൈക്ക് അടിപൊളിയായി. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഈ ബൈക്ക് കൊടുത്ത് അയാളോട് ആ G-Wagon വാങ്ങി വരാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൈക്ക് കൊടുത്ത് ഈ വലിയ G-Wagon വാങ്ങാം. അപ്പൊ ചേട്ടൻ ചോദിച്ച മോഡിഫൈഡ് സൂപ്പർ ബൈക്ക്. ഓ, എന്തായാലും എനിക്ക് സൂപ്പർ ബൈക്ക് ഇഷ്ടപ്പെട്ടുട്ടോ. അപ്പൊ എന്തായാലും നീ കാർ വാങ്ങിച്ചു പോയിക്കോ. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഓക്കെ ഗൈസ്, അങ്ങനെ അവസാനം ഞാൻ വലിയ G-Wagon വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി ഷിൻചാനെ കൊണ്ടുപോയി കാണിക്കാം. എന്തായാലും ഷിൻചാനെ ഇത് കണ്ടപാടെ ഇഷ്ടാവും. അപ്പൊ എന്തായാലും നിങ്ങള് ഇതുവരെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തോട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ എന്തായാലും വീട്ടിലേക്ക് എത്താറായി. അവിടെ ഷിൻചാന് കാത്തിരിക്കുന്നുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ എന്തായാലും വീട്ടിലേക്ക് എത്തി കഷ്ടപ്പെട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ ഷിൻചാനെ, എങ്ങനെയുണ്ട് പുതിയ കാറ്? അതെ അണ്ണാ, ഇത് എന്തോന്നാണ് ഇത്ര വലിയ കാറോ? ഇത് ഞാന് പുതിയതായി വാങ്ങിച്ചതാണ്. എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നല്ലാണ്ട് ഇത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ശരിടാ, എനിക്ക് വല്ലാത്ത വിശപ്പ്. ഞാൻ എന്തായാലും അകത്ത് പോയി വല്ലത് കഴിച്ചിട്ട് വരാട്ടോ. ഓ ശരിയണ്ണാ. ഇവിടെ മോഷണങ്ങളൊക്കെ കൂടി വരുന്നുണ്ട്. ഒരു മിനിറ്റ്, വണ്ടി നിർത്തിയേ. ഇതെന്താ ജാക്കിന്റെ വീട്ടിൽ ഇത്ര വലിയ കാറോ? എടാ കോൺസ്റ്റബിളെ, നീ ഒന്ന് പോയി നോക്കി വാ. ഓ ശരി സാറേ. ഷിൻചാനെ, നീ ഇവിടെ ഉണ്ടോ? ഇതെന്തോന്നാണ്, വലിയ കാറാണല്ലോ. ഇത് എന്റെ ജാക്കണ്ണന്റെ കാറാണ്. എന്നാലേ ഈ സിറ്റിയില് ഇത്ര വലിയ കാറൊന്നും ഓട്ടാൻ പറ്റൂല. എന്തായാലും ഞങ്ങൾ ഈ കാർ കൊണ്ടുപോകാണ് കേട്ടോ. അയ്യോ പോലീസ് അങ്കിളെ, അങ്ങനൊന്നും ചെയ്യരുത് പ്ലീസ്. എന്തായാലും നിന്റെ ജാക്കണ്ണനോട് പോലീസ് സ്റ്റേഷനിൽ വന്ന് കാണാൻ പറ. അപ്പൊ ശരി. ഇപ്പോഴാണ് വിശപ്പ് മാറിയത്. ഞാൻ എന്തായാലും എന്റെ വലിയ G-Wagon എടുത്ത് ഓട്ടട്ടെ. ഒരു മിനിറ്റ്, എന്റെ കാർ എവിടെ പോയി? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഷിൻചാനോട് കാര്യം ചോദിക്കാം. ഹലോ ഷിൻചാനെ, എന്റെ വലിയ കാർ എവിടെ പോയി? അത് അണ്ണാ, ഇവിടെ കുറച്ചു സമയം മുമ്പേ പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു, അവരെടുത്തോണ്ട് പോയി. അയ്യോ, പോലീസാറോ? ഷിൻചാനെ, ഞാനെന്താ ഇപ്പൊ വരാട്ടോ. പെട്ടെന്ന് പോയിക്കോ. അല്ല, ഞാൻ ഇതെന്തോന്നാണ് കേക്കുന്നേ? പോലീസുകാർ വന്ന് എന്റെ G-Wagon കൊണ്ടുപോയെന്നോ? അല്ല, ഇപ്പൊ എന്തിനാ അവരത് കൊണ്ടുപോകാൻ കാരണം? ഞാനത് എന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ച കാറല്ലേ, പിന്നെ അവർക്കെന്താ? എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകട്ടെ, എന്നിട്ട് വേണം കാർ വാങ്ങിച്ചു വരാൻ. ഓക്കെ, അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ G-Wagon ഉണ്ടല്ലോ. ഇത്രയും വലിയ G-Wagon ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവര് പിടിച്ചത്. എന്തായാലും ഞാൻ അകത്ത് പോയിട്ട് പോലീസിനോട് കാര്യങ്ങൾ ചോദിക്കട്ടെ. അതെ സാറേ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? എന്റെ G-Wagon പെട്ടെന്ന് തിരിച്ചതാ. ഇതാര് ജാക്കോ? എല്ലാം ഇൻസ്പെക്ടർ പറയും. ഇൻസ്പെക്ടറോ? ഓ ശരി. അപ്പൊ ഇൻസ്പെക്ടറെ, എന്റെ G-Wagon മര്യാദയ്ക്ക് തിരിച്ചു വന്നോ? ജാക്കേ, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഞാൻ തിരിച്ചുതരാം. എന്താടാ, നിനക്കറിയില്ലേ ഈ സിറ്റിയിൽ ഇങ്ങനത്തെ ഒന്നും വണ്ടി ഓട്ടാൻ പാടില്ലാന്ന്? എന്തായാലും ഇതിന്റെ ഫൈൻ അടിച്ച് ഇത് കൊണ്ടുപോയിക്കോ. അല്ലെങ്കിൽ ഒരു മിനിറ്റ്, നീ ഫൈൻ എടുക്കണ്ട. അതിന് പകരം ഈ പോലീസ് സ്റ്റേഷന്റെ പുറത്തെ ഒരു പോലീസ് ജീപ്പ് ഉണ്ട്. അപ്പൊ നീ അതിനെ മുഴുവനായും ബ്ലാക്ക് പെയിന്റ് അടിച്ച് സെറ്റ് ആക്കി വാ. ഓക്കെ, എന്നാൽ എന്റെ കാറ് തിരിച്ചു തരുമല്ലോ? അതിനെന്താ, ഞാൻ തിരിച്ചുതരാലോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് പോലീസേ നമുക്കൊരു പണി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ പോലീസിന്റെ ജീപ്പേ മുഴുവനായി ഒന്ന് ബ്ലാക്ക് പെയിന്റ് അടിച്ച് സെറ്റാക്കി കൊടുക്കണം. എന്നാൽ എനിക്ക് ആ കാറ് തിരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയി ഈ ജീപ്പിനെ ബ്ലാക്ക് പെയിന്റ് അടിച്ച് സെറ്റാക്കി വരാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഗാരേജിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് പെയിന്റ് അടിക്കാം.
ഓക്കെ ഗൈസ്, അപ്പൊ ഞാനിതാ നമ്മളെ പോലീസ് ജീപ്പിനെ ബ്ലാക്ക് പെയിന്റ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് എക്സ്ട്രാ മോഡിഫൈ വർക്കും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും പോലീസ് സാറിന് ഇഷ്ടപ്പെട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാനിതാ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മളെ മോഡിഫൈഡ് ജീപ്പിനെ ഇവിടെ പാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഇൻസ്പെക്ടർ സാറോടെ നമ്മളെ കാറിന്റെ ചാവി വാങ്ങിച്ച് നമുക്ക് വീട്ടിലോട്ടേക്ക് പോകാം. ഇൻസ്പെക്ടർ സാറേ ദാ സാർ പറഞ്ഞ പോലെ ഞാൻ ദാ സാറിന്റെ ജീപ്പിനെ ബ്ലാക്ക് പെയിന്റ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്റെ ജി വാഗൺ ഇതാ. ആഹാ ജാക്കേ, എന്തായാലും അടിപൊളി. ശരി, നീ എന്തായാലും ജി വാഗൺ എടുത്ത് പോയിക്കോ. ഓ താങ്ക് യു സാറേ. അപ്പൊ ഗൈസ്, നമ്മളെ സാറതാ നമ്മളെ ജി വാഗന്റെ ചാവി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് വീട്ടിലോട്ടേക്ക് പോകാം. ഓ അങ്ങനെ അവസാനം എന്റെ ജി വാഗൺ തിരിച്ചിട്ടി. ഞാൻ വിചാരിച്ചു ഈ കാർ എനിക്ക് തിരിച്ചു കിട്ടില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ടേക്ക് പോകാലോ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ എന്താ എന്റെ ജി വാഗണും കൊണ്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ കഷ്ടപ്പെട്ട് പാർക്ക് ചെയ്ത പോലെ തന്നെ ഇപ്പൊ പാർക്ക് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പൊ എന്റെ കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ എന്താ എന്റെ ജി വാഗൺ ഇവിടെ കറക്റ്റ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഷിൻചാൻ ഇതാ എന്റെ കാറ് തിരിച്ചിട്ടോ. ഓ അടിപൊളി അണ്ണാ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ.